മുഖപൂര ആവശ്യമില്ലാത്ത വളരെ കുറച്ചു മാത്രം രാഷ്ട്രീയ നേതാക്കളിൽ പ്രമുഖ സ്ഥാനത്തുള്ള ആളാണ് VS അച്യുതാനന്ദൻ. സഖാവ് VS. അതിൽ കൂടുതൽ ഒരു മുഖപുര അദ്ദേഹത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയുന്ന, എല്ലാവരാലും സ്വീകാര്യനായ ഒരു നേതാവ്, രാഷ്ട്രീയത്തിൽ കൃത്യമായ സ്ഥാനം കുറിച്ച ഒരു അതികായൻ എന്ന് പറയാം. കൃത്യമായ ബോധ്യമുള്ള കാര്യങ്ങളിൽ മാത്രം പ്രതികരിക്കുന്ന, അതിലൊരു കാര്യം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന, ഒരു രീതിയിലും ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാകാത്ത, കൃത്യമായ ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന, അത് പൊതുമണ്ഡലങ്ങളിലാണെങ്കിലും അല്ലെങ്കിലും പാർട്ടിക്കകത്താണെങ്കിലും കൃത്യമായി അത് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അന്ത്യയാത്രയാണ് നമ്മളിപ്പോൾ കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ചിപ്പോൾ ആലപ്പുഴയിലേക്കുള്ള യാത്രാ മധ്യയാണ്. പക്ഷേ തിരുവനന്തപുരം ജില്ല പോലും പിന്നിടുന്നതേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇനി കൊല്ലം കഴിയാനുണ്ട്. അത് കഴിഞ്ഞ് മാത്രമാണ് ആലപ്പുഴയിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ വളരെ സാവധാനം മാത്രമാണ് ഈ യാത്ര ഇത്രയും നേരം നീങ്ങിയത്. ഇനിയിപ്പോൾ പാർട്ടിയിൽ നിന്നുള്ള പുതിയ തീരുമാനമനുസരിച്ച് അല്പം കൂടി വേഗം ഈ യാത്രയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യസമയത്ത്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും നേരത്തെ ആലപ്പുഴയിൽ എത്താൻ കഴിയുകയുള്ളൂ. അവിടെ നാളെ തീരുമാനിച്ചിരിക്കുന്ന ഒരുപാട് ക്രമീകരണങ്ങളുണ്ട്. അതിലൊക്കെ സമയനിഷ്ഠയോടുകൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ എങ്കിലും ഈ വേളയിലെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അത് അവർ മനഃപൂർവ്വം ചെയ്തതല്ല. പക്ഷേ ഇത്രയും നേരം നമ്മൾ കണ്ടതാണ്. റോഡിൻ്റെ ഇരുവശത്തുമുള്ള ആളുകൾ, എത്രയോ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ആ ആളുകൾ, അവരെല്ലാം കൂടി തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ കല്ലമ്പലത്തേക്കുള്ള യാത്രയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്നും ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഹാഷ്മി അവിടെ 2:15 അവിടെ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ തൊട്ട് ഹാഷ്മി ഈ വിലാപയാത്രയ്ക്കൊപ്പം ഉണ്ട്. എത്രമാത്രം പതുക്കെയാണ് ഈ വാഹനത്തിൽ മുന്നോട്ട് കടന്നു വരാൻ കഴിഞ്ഞത് എന്ന് കൃത്യമായി ഹാഷ്മി കണ്ടതാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, അത്രമേലുണ്ട് നാട്ടുകാർക്ക്, ഓരോയിടത്തെയും ജനങ്ങൾക്ക് VS സ്നേഹം. VS എന്നാൽ അവരുടെ മനസ്സിൽ ആ രീതിയിൽ അത് പതിഞ്ഞുപോയ പേരാണ്, ആ രണ്ടക്ഷരമാണ്. ഇപ്പോൾ കല്ലമ്പലത്തേക്ക് എത്താൻ പോകുന്നു വിലാപയാത്ര എന്ന് മനസ്സിലാക്കുന്നു. കുറച്ചുകൂടി വേഗം ഇപ്പോൾ യാത്രയ്ക്കുണ്ടെങ്കിലും കല്ലമ്പലത്ത് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഒരുപാട് പേർ കാത്തു നിൽക്കുന്നുണ്ടോ എന്നാണ് അവിടുത്തെ ഒരു സാഹചര്യം. ഹാഷ്മി. ഉറപ്പായും പറഞ്ഞു, കല്ലമ്പലം അക്ഷരാർത്ഥത്തിൽ ഒരു ജനസമുദ്രം തീർത്തിരിക്കുന്നു. നൂറുകണക്കിന് ആളുകൾ, 1000-ഓളം ആളുകൾ ഇതായിക്കോടെ കല്ലമ്പലം ജംഗ്ഷന്റെ ഒരുപക്ഷെ കപ്പാസിറ്റിക്ക് മുകളിൽ ഇങ്ങോട്ടേക്ക് പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ ഇങ്ങോട്ട് ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. അതാണ് കുഞ്ഞുങ്ങളടക്കം VS മുദ്രാവാക്യം വിളിക്കുന്നു. കണ്ണേകരളെ VS എന്നുള്ള മുദ്രാവാക്യം കുഞ്ഞുങ്ങളടക്കം വിളിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇവിടെ നൂറുകണക്കിനായ മനുഷ്യർ ഇവിടെ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ എന്ന മുദ്രാവാക്യം ഒരു കടല് പോലെ ഇവിടെ കേൾക്കുകയാണ്. പ്രജിൻ, നമുക്കറിയാം അവിടെ 2 മണിക്ക് ദർബാർ ഹാളിൽ തുടങ്ങിയതാണ്. ഏകദേശം 2-2.5 മണിക്കൂർ എത്തുന്ന സമയത്ത് അതിപ്പോൾ സമയം ഇപ്പോൾ 11:30 കഴിയുന്നു. 11 കഴിയുമ്പോഴും രാവ് കനക്കുമ്പോഴും അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ജനാവലിയെ നമ്മൾ കാണുകയാണ്. ഈ വഴിയിലുടനീളം നമ്മൾ കാണുന്നത് ആ ജനാവലിയാണ്. ഈ രാത്രി ഈ നാടിന്റെ പ്രിയപ്പെട്ട പുത്രൻ, ഈ നാടിന്റെ സമരനായകൻ അങ്ങനെ ഹൃദയവായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ നിന്നും അവസാനത്തെ യാത്രയുടെ ഒരുക്കത്തിലാണ്. ഇനിയിപ്പോ 3-4 പോയിന്റ് മാത്രമാണ്. കടമ്പാട്ടുകോണമാണ് ഇവിടുത്തെ അവസാന പോയിന്റ്. അത് കഴിഞ്ഞാൽ പിന്നെ പാരിപ്പള്ളി കൊല്ലത്തേക്ക് കടക്കുന്നു. കൊല്ലത്തെ കടക്കുമ്പോഴൊക്കെയും ആലപ്പുഴയിലേക്ക് കടക്കുമ്പോഴൊക്കെയും ഇതിനപ്പുറം 100 മനുഷ്യർ, ആയിരക്കണക്കിന് മനുഷ്യർ VS കാണാൻ വേണ്ടി ഈ പാതിരാവിലും ആ തിരുവോരങ്ങൾ കാത്തു നിൽക്കുകയാണ് എന്നാണ് അവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രതിനിധിയും അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ പോകുന്നു VS വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര.
എന്തായാലും VS എന്ന് പറയുന്നത് കേരളത്തിന്റെ സമരാക്ഷരമാകുന്നു. കേരളത്തിന്റെ സമരം അല്ലെങ്കിൽ സമര കേരളം അനാഥമാകുന്നു എന്ന് വിലപിച്ചവർ ഉണ്ട്. എന്തായാലും ഈ കൂട്ടത്തിൽ പാർട്ടിക്കാരുണ്ട്, പാർട്ടിക്കാരല്ലാത്തവരുണ്ട്, VS അനുഭാവികളുണ്ട്, VSന്റെ ഇഷ്ടക്കാരുണ്ട്, VSന്റെ രാഷ്ട്രീയം നെഞ്ചേറ്റിയ മനുഷ്യന്മാരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. നമ്മൾ ഈ വിലാപയാത്രയിൽ ഉടനീളം കാണുന്ന കാഴ്ച ഒരുപാട് കുട്ടികൾ, യുവാക്കൾ, ഒരുപക്ഷെ 10ാം ക്ലാസ്സിലും +1 +2 പഠിക്കുന്ന, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അവർ ഈ വിലാപയാത്രയിൽ ഉടനീളം അണിനിരക്കുന്നുണ്ട്. VSനെ ഒരു നോക്ക് കാണാൻ, വെറുതെ ഒരു കൗതുകത്തിന്, ഒരു വലിയ നേതാവിന് ഒരു നോക്ക് കാണാൻ വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അവർ VS മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, VS മുന്നോട്ട് വെച്ച മണ്ണിന് വേണ്ടിയുള്ള രാഷ്ട്രീയം. എവിടൊക്കെ ആ മണ്ണും നീതിയും ബലാത്കാരം ചെയ്യപ്പെട്ടോ അവിടെയൊക്കെ VSന് ഇടപെടലുകൾ വളരെ കൃത്യമായി പഠിച്ച്, വളരെ കൃത്യമായി ആഴത്തിൽ ബോധ്യമുള്ളവരായി ആ രാഷ്ട്രീയത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടാണ് ആ യുവജനത ഇവിടെ നിൽക്കുന്ന. അപ്പോൾ ഒരു കാര്യം ഉറപ്പാകുന്നുണ്ട്, ഇല്ല മരിക്കുന്നില്ല, സഖാവ് VS മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം കേവലം ഒരു മുദ്രാവാക്യം മാത്രം അല്ലാതായി മാറുന്നുണ്ട്. അവന്റെ പേരെന്താ? ഉമർ മുക്താർ വൈ. VSനെ കാണാൻ വന്നോ? ഉറക്കം വരുന്നുണ്ടോ? VSനെ കണ്ട് ഉറങ്ങുന്നു അല്ലേ? അപ്പൊ അങ്ങനെ 200 വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ഇത് മറക്കത്തില്ല. VSനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ ഇനിയും കാലഘട്ടങ്ങൾ എത്ര മാറി മറിഞ്ഞാലും 200 100 1000 10,000 വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ഓർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് VS അച്യുതാനന്ദൻ എന്നുള്ള. കേരളമുള്ള കാലത്തോളം VS ഓർമ്മിക്കപ്പെടും. ഈ ലോക ചരിത്രം ഉള്ളിടത്ത കാലത്തോളം VS എന്നുള്ള ഒരു മഹത് വ്യക്തിയെ നമ്മൾ ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ അത് തന്നെയാണ് VS മുന്നോട്ട് വെച്ച ആ രാഷ്ട്രീയം, നേരിന് വേണ്ടിയുള്ള രാഷ്ട്രീയം, ശരിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം. നേരത്തെ നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു പോയിന്റിൽ സംസാരിക്കുമ്പോൾ VS എന്ന് പറഞ്ഞാൽ വളരെ ശരി എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം എന്നൊരു പ്രായമുള്ളൊരു അമ്മ പറഞ്ഞിരുന്നു. അങ്ങനെ ശരിക്ക് വേണ്ടി എല്ലാ കാലത്തും ശരിയുടെ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊണ്ട, ആ രാഷ്ട്രീയത്തിൽ തരിമ്പ് പോലും മുട്ടുമടക്കാതെ നിന്ന, അല്ലെങ്കിൽ ഏത് ദുഷ്പ്രഭുക്കളാണെങ്കിലും ഏത് വലിയ ആളാണെങ്കിലും അതിനു മുന്നിൽ കൂസലില്ലാതെ നിന്ന VS അച്യുതാനന്ദൻ ഈ രാത്രി VSന്റെ പോരാട്ടം ഓർത്തെടുക്കുന്നു. പ്രജിൻ, ഈ കാണുന്ന ജനസാഗരം ഒന്നാകെ അവരുടെ ഹൃദയത്തിൽ VSന്റെ പഴയകാല ജീവിതങ്ങൾ ഓർത്തെടുക്കുന്നു, VSന്റെ പോരാട്ടങ്ങൾ ഓർത്തെടുക്കുന്നു. ആ പോരാട്ടം തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ദശാസന്ധിയിൽ മാത്രമല്ല. VS ജനിച്ചു വീണപ്പോൾ മുതൽ, അദ്ദേഹത്തിന് 4ാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടപ്പോൾ മുതൽ തുടങ്ങുന്നതാണ് ആ പോരാട്ടം. അവിടെ നാട്ടിൽ അവിടെ ജന്മികൾ അടിക്കുമ്പോൾ തിരിച്ചടിക്കുന്ന അവിടെ തുടങ്ങുന്നതാണ് ആ പോരാട്ടം. അതിനുശേഷം അച്ഛനെ നഷ്ടപ്പെടുകയും 7ാം വയസ്സിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വരികയും ഹോസ്പിറ്റൽ വാളിൽ ജോലിക്ക് കയറേണ്ടി വരികയും അതിനുശേഷം P കൃഷ്ണപിള്ളയെ കാണുകയും P കൃഷ്ണപിള്ള പറഞ്ഞ് ഇവരിൽ ഒരു തീയുണ്ട് എന്ന് പറയുന്നതും, പിന്നെ ആ തീ കുട്ടനാടിന്റെ ഗ്രാമങ്ങളിലേക്ക്, അവിടുത്തെ ഗ്രാമീണ മേഖലകളിലെ കർഷക തൊഴിലാളികൾ ഉന്നമനത്തിനായി പ്രവർത്തിയൊക്കെ ചെയ്യുന്ന, അങ്ങനെ എല്ലാ കാലവും പോരാട്ടമാണ് VS. അത് ബാല്യമാവട്ടെ, കൗമാരമാവട്ടെ, യൗവനമാവട്ടെ, വാർദ്ധക്യമാവട്ടെ, VSന്റെ വാർദ്ധക്യമൊക്കെ VSന്റെ വാർദ്ധക്യം എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല. ഓർത്തു നോക്കണം, 75ാം വയസ്സിൽ മതികെട്ടാനിൽ കരുത്തോടെ കയറിയതാണ് അവിടെ VS ഉള്ളത്. ആദ്യം മുഖ്യമന്ത്രിയാകുമ്പോൾ തന്നെ അത്രയും പ്രായമുണ്ട്. അതിനുശേഷം അതേ പ്രതിപക്ഷ നേതാവാകുന്ന മുഖ്യമന്ത്രിയാവുന്ന കാലമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഓരോ ദിവസവും പോരാട്ടം എന്നോണം ഓരോ ദിവസവും ചരിത്രമാണ് VSന്റെ. എത്ര ചരിത്രങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ, രാഷ്ട്രീയ പുസ്തകത്തിൽ അത് മായ്ക്കപ്പെടാനാവാതെ അങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ആ മുദ്രാവാക്യം കൂടുതൽ കനപ്പെട്ട് മുഴങ്ങുന്നു. പ്രജിൻ, ഞങ്ങൾ ഒരുങ്ങും ചോരയിലൂടെ ആ കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം, അത് മുദ്രാവാക്യമല്ല, അത് VSനെ അഭിസംബോധന ചെയ്യുന്ന 2 വരികളായി മാറുന്നുണ്ട്. ഈ ദിവസം നമ്മൾ ഇന്നലെ കാണുന്നു. ഇന്നലെ AKG സെന്ററിൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അങ്ങോട്ടേക്ക് VSനെ വിടാം. VSനെ വരച്ചാണോ? മോള് വരച്ചതാണ്, അരമണിക്കൂർ കൊണ്ട് വരച്ചതാണ്. മോളുടെ പേരെന്താ? ആബിയ ഷക്കീൽ. VSനെ വലിയ ഇഷ്ടമാണ് മോക്ക്. VSനെ മോള് വരെ ചിത്രമായി നിൽക്കുകയാണ്. അങ്ങനെ വരയ്ക്കുന്ന ചിത്രവും ഒക്കെ ഇങ്ങോട്ട് നിൽക്കുകയാണ്. ഇവിടെ വലിയ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വിലാപയാത്ര ഇങ്ങോട്ടേക്ക് സമയമാകുമ്പോഴേക്കും ആ മുദ്രാവാക്യത്തിന്റെ ശക്തി കൂടുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ കല്ലമ്പലം ഒരു പ്രധാന കേന്ദ്രമാവുന്നുണ്ട്. കേരളമൊട്ടാകെയുള്ള വിവിധ സ്ഥലങ്ങൾ VSന് ആദരമർപ്പിക്കുന്ന, വീശപ്പെടുന്ന ചെങ്കൊടികളാൽ ഈ രാത്രി ചുവക്കപ്പെടുന്നു. അത് VSനോടുള്ള ആദരവിന്റെ ചുവപ്പാണ്. പ്രജിൻ, അങ്ങോട്ടേക്ക് ഇവിടെ നമ്മളുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, VS എത്താറായോ ചോദിക്കുന്നുണ്ട്. ഇവിടെ രാത്രി ആയത് കാരണം കാണാത്തതാണോ? പക്ഷെ പ്രജിൻ, ഇവിടെ കണ്ണെത്താ ദൂരത്തോളം ഈ കല്ലമ്പലത്തിന്റെ ഈ റോഡൊക്കെ അത് വേണം.
കല്ലമ്പലത്തിന്റെ സ്ട്രെച്ചിൽ ഒന്നാകെ അങ്ങ് മുതൽ അങ്ങ് വരെ കണ്ടെത്താ ദൂരത്തോളം നൂറുകണക്കിന് മനുഷ്യർ എന്താണ് VS ഒരു നോക്ക് കാണാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വന്ന രാഷ്ട്രീയത്തിന് ആദരം അർപ്പിക്കാൻ വേണ്ടി ആ സ്നേഹപ്രകടനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു VS. പോരാട്ടങ്ങൾ നിലക്കുന്നില്ല, പോരാട്ടത്തിന്റെ ആ വാൾമുന പൊട്ടി പോകുന്നില്ല, അതിന്റെ തുടർച്ചയുണ്ടാകും. VS െറിയുള്ളൊരു നേതാവുണ്ടേ കരളുകൊടുത്തേ വെയിലിൻ കൊള്ളി അനലരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. ഇങ്ങനെ ഈ രീതിയിൽ VSനെ സ്നേഹിക്കുന്നു എന്ന് സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ചോദ്യമാണ്. ഇതാദ്യമായിട്ടല്ല ഈ രീതിയിൽ VSനോട് ജനങ്ങൾ ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത്. ഈ പറഞ്ഞ 8 ദശകം അല്ലെങ്കിൽ ഏതാണ്ട് 80 ആണ്ട് നീണ്ടു നിൽക്കുന്ന വളരെ ദീർഘമായ ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യം, രാഷ്ട്രീയ പ്രവർത്തന രംഗം VSനുണ്ട്. ആ 80 വർഷത്തിനിടയിൽ എല്ലാം തന്നെ എന്നും VS ജനങ്ങൾക്കൊപ്പമാണ്. എവിടെയൊക്കെ നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എവിടെയൊക്കെ അവകാശ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അവിടെയൊക്കെ തന്നെ ജനങ്ങളുടെ നാവായി മാറുന്ന ഒരു രാഷ്ട്രീയ നേതാവായി VS പലപ്പോഴും മാറുന്ന കാഴ്ച കണ്ടു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിഷ്ടമാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ. അത് തിരിച്ചും VSന് അങ്ങനെ തന്നെ ആയിരുന്നു. ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോൾ എനിക്ക് കിട്ടിയ ഒരുപാട് പാഠങ്ങളുണ്ട്. അതാണ് എൻ്റെ യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പലപ്പോഴും VS പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ VSന്റെ അന്ത്യയാത്രയിലും ജനങ്ങളുടെ ആ സ്നേഹവായ്പ് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ രീതിയിലൊരു നേതാവ് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. പലപ്പോഴും പാർട്ടിക്കകത്ത് വ്യത്യസ്തമായ ചിന്തകളിലൂടെ പാർട്ടി നേതൃത്വത്തിന്റെ ഒരുപക്ഷെ തീരുമാനങ്ങൾക്കൊക്കെ വിധേയനാവേണ്ടി വന്നിട്ടുണ്ട് VSന്. പക്ഷെ അപ്പോഴും ജനങ്ങൾ VSനൊപ്പം നിന്നു എന്നുള്ളത് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കില്ലാത്തൊരു പ്രത്യേകത അത് എന്ന് പറയാം. പാർട്ടിയിൽ നേതൃത്വം ഇടപെട്ട് പലപ്പോഴും VSനെ തിരുത്തിയെങ്കിലും ജനങ്ങൾ അപ്പോഴും VSനൊപ്പം നിന്നു. പലപ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പോലും നമ്മൾക്കത് കാണേണ്ടി വന്നു. സ്ഥാനാർത്ഥിയാക്കാതെ പോകുന്ന VSനെ കണ്ടു. പാർട്ടി എങ്കിൽ ജനങ്ങളുടെ പിന്തുണയിൽ വീണ്ടും മത്സരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ നമ്മൾ കണ്ടു. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ VSനുണ്ട്, ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും ഒടുവിലത്തെ ഈ അന്ത്യയാത്രയിലും നമുക്ക് അത്തരം കാഴ്ചകൾ കാണാൻ കഴിയുന്നു.